അങ്ങനെ ക്രിസ്മസ് എത്തി, വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യേണ്ട സമയമായി. ഈ ഡിസംബർ എന്തൊരു ബ്യൂട്ടിഫുൾ വൈബുള്ളൊരു മന്താണല്ലേ. നല്ല തണുത്ത ക്ലൈമറ്റ്, പിന്നെ നമ്മുടെ സാൻഡ, പിന്നെ എവിടെ നോക്കിയാലും റെഡും ഗ്രീനുമായിട്ടുള്ള തീമുള്ള ഡെക്കേഴ്സ്, പിന്നെ പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, പിന്നെ അടിപൊളി ഫുഡ്. പിന്നെ ഡിസംബർ മന്തിന് ഞങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ സാൻഡി മോളുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മന്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നത് കൂടാണ്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കാറും കൂടിയും ചെയ്യാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഡോർ ഗാർലൻഡാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ പണ്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നേ. അതിൻ്റെ ലീവ്സ് എല്ലാം ഞാൻ അടർത്തിയെടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ടൊരു ബൊക്കെയാണ് ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഗാർലൻഡ് ഉണ്ടാക്കാം കേട്ടോ. അതായത് ഡോറിലൊക്കെ കാണുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇല്ലേ, ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു കയർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ലീവ്സ് കെട്ടി കെട്ടി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് അഴിക്കാനായിട്ട് ഇച്ചിരി മടി, കാരണം ഞാൻ ഈ ഫ്രണ്ടിൽ കുറച്ച് ക്രൗഡഡ് ആക്കി വെച്ചേക്കണം. നമ്മൾ ചെയ്തു വന്നപ്പോൾ കുറച്ച് തിക്നെസ് ആയിട്ടാണ് കേട്ടോ ലീഫ് കെട്ടി കൊടുത്തത്. നമ്മളത്ര എക്സ്പേർട്ടൊന്നും അല്ലല്ലോ, പിന്നെ ഇതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ടൈമും. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ലെങ്ത് ഇച്ചിരി കുറഞ്ഞു പോവും. അത് സാരല്ല, എന്തായാലും നമുക്ക് തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ എല്ലാ ലീവ്സും കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മോള് കൂടിയും അത് എടുത്തു തരാനായിട്ട് ഹെൽപ്പ് ചെയ്തു വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ഊരി പോവാണ്ടിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കെട്ടുകമ്പി വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര നീളമുണ്ട് എനിക്ക് തോന്നുന്നു, കുറച്ചിങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നല്ല രസമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബെറീസും ഫ്ലവേഴ്സും ബോൾസും എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഈ റെഡ് കളറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ ഡോർ ഗാർലൻഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിലേക്ക് ഞാൻ കുറച്ച് ബോൾസും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിൽ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. ടൈം ഒരു 4:30-5 മണി ആവാറായേ. എന്നാൽ പിന്നെ എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ സാൻഡ്വിച്ചാണ്. എന്തായാലും ക്രിസ്മസിൻ്റെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ എല്ലാവരും ക്ഷീണിക്കും. അപ്പോൾ ചായയും സാൻഡ്വിച്ച് എടുക്കാം. ഓക്കെ ആണോ? സാൻഡ്വിച്ച് ആക്കിയാണോ? നമുക്ക് ഇനിയും കുറേ പണിയുണ്ട് കേട്ടോ. നമുക്ക് ക്രിബ് ഉണ്ടാക്കണം, ക്രിസ്മസ് ട്രീ ചെയ്യണം, ലൈറ്റ് ഇടണം. സോ അപ്പം എന്തായാലും നമുക്കൊരു സ്നാക്ക് ബ്രേക്ക് ആവശ്യമാണ്. ഈ പനീർ ഫ്രിഡ്ജിലായതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടായിരിക്കണേ, അത് അതുകൊണ്ട് ഇതൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കെച്ചപ്പ്, മയോ, പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ എണ്ണ ഉണ്ടോ ഫ്രീസായി ഇരിക്കുന്ന കേട്ടോ. തണുപ്പ് കാരണം ഫ്രീസാകുന്നു. കുറച്ച് നമുക്ക് കേട്ടോ എണ്ണ, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ബട്ടർ എടുക്കാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാൻഡ്വിച്ച് മേക്കർ കേടായി പോയി കേട്ടോ. കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നപ്പോഴാണ് കേടായി പോയത്. അപ്പോൾ നമുക്ക് ഇന്ന് പാനിൽ ചൂടാക്കാം കേട്ടോ. പാനിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നോളൂ. ഇതിന് മേലെ കുറച്ച് അധികം ബട്ടറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ അത്ര ഓയിലി പ്രിഫർ ചെയ്യാറില്ല, അതാണ് ഒഴിക്കാത്തത്. പാനിലായതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സാൻഡ്വിച്ച് മേക്കർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ സാൻഡ്വിച്ച് അങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്, നല്ല ക്രിസ്പിയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഒരു ചായ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സാൻഡ്വിച്ച് നന്നായിട്ട് ഇഷ്ടമായി. ചായ ഉണ്ടാക്കണേക്കാളും മുമ്പ് സാൻഡ്വിച്ച് തീരാറായിട്ടോ.
അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും ഹാപ്പിയായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു വെച്ച ക്രിബും ക്രിസ്മസ് ട്രീയും എല്ലാം താഴേക്ക് എടുക്കാനുള്ള ടൈമായിട്ടോ. ഇവിടെ ക്രിസ്മസിൻ്റെയും ദീപാവലിയുടെയും എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് താഴേക്ക് ഇറക്കാം. ജിബിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജിബി കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേ. അതാണ് ഞാൻ ഈ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പണിയെല്ലാം ജിബിക്കുള്ളതാണ്. സാൻഡിമോളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിൽക്കുന്ന കാരണോടെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി കേട്ടോ. ഇല്ലെങ്കിൽ ഇതെല്ലാം എടുത്ത് താഴെ ഇറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ താഴേക്ക് ഇറക്കി. ഇതെല്ലാം തുറന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ആദ്യം തന്നെ ട്രീ അങ്ങ് സെറ്റാക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ജിബി അപ്പോഴേക്ക് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വേഗം തന്നെ ട്രീയും ലൈറ്റും ഒക്കെ സെറ്റാക്കാൻ തുടങ്ങിട്ടോ. ഓരോ സിംഗിൾ ബോൾസ് ആയിട്ടല്ല കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയായിരിക്കുന്നത്. ഇതൊരു 5 ബോൾസ് എടുത്തിട്ട് ഒരു ബണ്ടിൽ മാതിരിയാക്കി ഒരു പൂ പോലെ ആക്കിയിട്ട് നമ്മൾ ട്രീമ കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നില്ലേ? പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ്, സാൻഡ, ബീഡ്സ് എല്ലാം വെച്ച് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ലൈറ്റും കൂടി ഇട്ട് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രീ സെറ്റായിട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? ഇനി നമുക്ക് ഒരു പണിയും കൂടിയുണ്ട്. ക്രിബും കൂടി സെറ്റാക്കാനുണ്ട്. അതിൻ്റെ ഐറ്റംസ് എല്ലാം സാൻഡിമോളും എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഈ ക്രിബെല്ലാം നമ്മളൊരു 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഈ പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് നമ്മൾ ഉള്ളിൽ പാക്ക് ചെയ്ത് വെക്കും. പണ്ട് ഞങ്ങൾ പുൽക്കൂട് മരമൊക്കെ വെട്ടി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ റെഡിമെയ്ഡ് പുൽക്കൂട് കിട്ടുന്ന കാരണം കൊണ്ട് ആ പണിയൊന്നുമില്ല. ഞങ്ങളുടെ ഉണ്ണി 25th വരെ ഒന്നും കാത്തു നിൽക്കില്ല കേട്ടോ. അതിന് മുമ്പ് പിറന്നിട്ടുണ്ട്. ഉണ്ണീനൊക്കെ സാൻഡിമോൾ നേരത്തെ കയറ്റി വയ്ക്കും. അങ്ങനെ നമ്മുടെ ക്രിബിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് തീർന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി ആദ്യം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഡോർ ഗാർലൻഡ് അല്ലേ, അതെടുത്ത് ഫിറ്റ് ചെയ്യണ്ടേ? ആ കാര്യം മറന്നുപോയി കേട്ടോ. അങ്ങനെ ഫൈനലി അതും സെറ്റായിട്ടോ. നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. നമ്മളിത് ഷോപ്പിൽ കണ്ടത് 1450-ക്കാണ്. നമുക്ക് ഇത് നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. ബെറീസൊക്കെ വെച്ചാണ് കഴിച്ച്. അടിപൊളിയായില്ലേ? അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.